ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ടിപ്സുകളും അതേപോലെ കുറച്ച് ആരോഗ്യ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളുള്ള വീഡിയോസുകളാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചായ ഗ്ലാസ്സൊക്കെ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാലും അതിനൊരു ഉളുമ്പ് നാറ്റുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചായ ഗ്ലാസ്സൊക്കെ നമ്മൾ എടുത്ത് വെക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാനും അതേപോലെ ഒരാൾക്കൊക്കെ ചായ വെള്ളം കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കാനും വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പുതിനയില ഇതേപോലെ എടുക്കുക, അതൊന്ന് ചതച്ച് കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് അതൊന്ന് തിരുമ്മി ആ വെള്ളത്തിലേക്ക് ആ ഒരു സ്മെല്ല് നമ്മൾ ഒന്നാക്കി എടുക്കുക. അതിനുശേഷം നമ്മളുടെ ചായക്കപ്പുകളൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുത്തു വെക്കുന്ന കപ്പുകളായാലും ഡെയിലി യൂസ് ചെയ്യുന്ന കപ്പുകളായാലും നമുക്ക് നല്ല സ്മെല്ല് ഫീൽ ചെയ്യും. നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചായയൊക്കെ തരുമ്പോൾ ഒരു ഗ്ലാസ്സിനൊക്കെ ഒരു ഉളുമ്പ് നാറ്റുണ്ടാവാറുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഗ്ലാസ്സൊക്കെ എടുത്ത് വെക്കുന്നതായാലും ചായ കുടി കഴിഞ്ഞാലൊക്കെ ഇതേപോലെ ഒന്ന് കഴുകി വെക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരിടത്തും പുതിനയിലൊക്കെ അവൈലബിളാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതേപോലെ നമ്മൾ ജ്യൂസ്, പാല് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഇതേ ഒരു പ്രോബ്ലം നമ്മളുടെ ഗ്ലാസ്സുകളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ലെമൺ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ലെമൺ ഇല്ലാത്തൊരു ടൈമാണെങ്കിൽ ഒരു 2 ഏലക്ക നമ്മളൊന്ന് ചതച്ച് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതേപോലെ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ നമ്മളുടെ ഗ്ലാസ്സിനൊക്കെ നല്ലൊരു മണം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ എല്ലാം അവിടെ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് ഗോവയ്ക്ക. അതെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇത് ഒരുപാട് ബെനിഫിറ്റുള്ളൊരു സംഭവമാണ്. കുട്ടികളിലുള്ള വിരശല്യം അതേപോലെ വിശപ്പില്ലായ്മ ഒക്കെ ഒരുവിധം പരിഹരിക്കാൻ ഈ ഒരു ഗോവയ്ക്ക മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഈ ഒരു ഗോവയ്ക്ക കൊടുക്കുക. ഈ വിരശല്യമൊക്കെ പോകാനും വയറ് ക്ലീൻ ആവാനൊക്കെ ഏറ്റവും നല്ലതാണ്. അതേപോലെ ഇപ്പോൾ എല്ലാവർക്കും ഷുഗർ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഷുഗർ കുറയ്ക്കാനും ഈ ഒരു ഗോവയ്ക്ക ഏറ്റവും നല്ല ബെനിഫിറ്റാണ്. പ്രഷറിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഗോവയ്ക്ക അരിഞ്ഞ് ഉണക്കി പൊടിച്ചതിന് ശേഷം രാവിലെ തന്നെ നമ്മൾക്ക് വെറും വയറ്റിൽ ചെറുചൂട് വെള്ളത്തിൽ ഈ ഒരു 1/4 ടീസ്പൂൺ അതിലേക്ക് ഇട്ട് നമ്മളൊന്ന് കുടിച്ച് നോക്കുകയാണെങ്കിൽ ഇൻസുലിൻ ചെയ്യുന്ന അതേ ഗുണം നമ്മൾക്ക് ഈ ഗോവയ്ക്കയിൽ കിട്ടും. അതേപോലെ നമ്മളുടെ ആ ഒരു പ്രഷറിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഗോവയ്ക്ക നമ്മൾ ഡെയിലി കഴിക്കുക. കുട്ടികൾക്കൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചെറിയതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും കുട്ടികൾക്കത് ശരിക്കും ഇഷ്ടമാവില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇത് ഗോവയ്ക്കാണെന്നൊന്നും അറിയില്ല. നല്ല ആരോഗ്യമാണ്, നല്ല ബെനിഫിറ്റാണ്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തയക്കുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കുട്ടികൾക്ക് വിശപ്പില്ലായ്മൊക്കെ നമ്മൾ കുറേ മെഡിസിനൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇതേപോലെയുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ദഹനം പെട്ടെന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തോരൻ വെച്ച് കുട്ടികൾക്കും വലിയവരൊക്കെ കഴിക്കുക. ഗോവയ്ക്ക ദിവസവും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ്. എല്ലാവർക്കും നല്ലതാണ്. ഷുഗറുള്ളവർക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കും വലിയവരൊക്കെ ഡെയിലി കഴിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് ഗോവയ്ക്കാന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് തോരൻ വെച്ച് എടുക്കുകയാണെങ്കിൽ നമ്മളിതേപോലെ ഒരു 2 കോഴിമുട്ടയും അതിലേക്ക് യോജിപ്പിച്ച് നന്നായിട്ട് ഈ ഒരു തോരൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്തായാലും കഴിച്ചോളും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പറയുന്നത് നമ്മളുടെ അടുക്കളയൊക്കെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി പോരുന്ന ടൈമിൽ ഇതേപോലെ ഒരു കോട്ടൺ നമ്മളൊന്ന് എണ്ണയിൽ മുക്കിയതിന് ശേഷം ഒരു 5-6 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, അതേപോലെ നമ്മൾ കർപ്പൂരം ഉണ്ടെങ്കിൽ ഒരു 2-3 കർപ്പൂരവും കൂടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കത്തിച്ച് ആ ഒരു പുക കിച്ചണിലൊക്കെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ വരികയാണെങ്കിൽ നമ്മളുടെ കിച്ചണിൽ പാറ്റ, കൊതുക്, പ്രാണികൾ, പല്ലി ഒന്നും ഉണ്ടാവില്ല. എന്നും നമ്മൾ ഇതേപോലെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുക കൊള്ളിക്കുകയാണെങ്കിൽ നമ്മളുടെ കിച്ചണിൽ നല്ല സുഗന്ധവും നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇതേപോലെ ഒന്ന് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾക്ക് രാവിലെ ഉണ്ടാവുന്ന
കൈയുടെ വേദന, മുട്ടിൻ്റെ വേദന, എല്ല് തേയ്മാനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു കാര്യം. അതേപോലെ മൈഗ്രെയിൻ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പുക അവർക്ക് ശ്വസിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മൈഗ്രെയിൻ കുറയ്ക്കാനും മൈഗ്രെയിൻ്റെ ആ ഒരു തലവേദനയൊക്കെ ഇല്ലാതിരിക്കാനും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ പുക നന്നായിട്ടൊന്ന് ശ്വസിക്കുക. അതേപോലെ ഇത് ഞാനൊരു കോട്ടണിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു കിഴി കെട്ടുക. അപ്പോൾ നല്ലോണം ചൂടിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മളുടെ കൈയൊക്കെ ഒന്ന് ഒരു എക്സസൈസ് ചെയ്യുക. ഇതേപോലെ ഒന്ന് കൈയൊന്ന് മടക്കി ഇങ്ങനെ നിവർത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ടാവുന്ന ആ ഒരു കൈയുടെ ഒക്കെ പെയിനൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ്. അതേപോലെ നമ്മൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ഉണ്ടാവും നമ്മൾക്ക് നല്ല പെയിനൊക്കെ ഒരു ജോയിൻറ്റിലൊക്കെ. ഇതേപോലെ ഒന്ന് നമ്മളുടെ ശരീരത്തിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. അതേപോലെ തന്നെ നമ്മൾ കൈകളൊക്കെ കൊണ്ട് ഇതേപോലെ എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഇതേപോലെ ഒരു പഴയ ചീഞ്ചട്ടിയാണ് ഒന്ന് കഴുകിയെടുക്കുന്നത്. എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഇത് കഴുകിയാൽ വൃത്തിയാവോ ഇല്ലയോ കരി പോവോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാനൊന്ന് നമ്മളുടെ വീട്ടിലുള്ള ഒരു സാധനങ്ങൾ വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ക്ലീനാവോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇത്രക്കും കരിയുണ്ട്. ഇത് നമ്മളുടെ എണ്ണയൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടി ഞാൻ അധികം ഉപയോഗിക്കാറില്ല. കാരണം ഇത്രയും കരി പിടിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ തീരെ ഒരു മനസ്സ് വരില്ല. അപ്പോൾ എൻ്റെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ട് ഇതേപോലെ കോട്ടിങ്ങൊക്കെ പോയത്. അപ്പോൾ ആ ഒരു പാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു വൈറ്റ് കളർ ഗോൾഗേറ്റ് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട്. കുറച്ച് ഗോൾഗേറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പരീക്ഷണമാണ്. ക്ലീനാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് സോപ്പും പൊടിയാണ്. വേറെ സാധനങ്ങളൊന്നും ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമില്ല. ഇനി നമ്മുടെ ആ ഒരു ചീനച്ചട്ടി ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ആ ഒരു സോപ്പും വെള്ളം നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതേപോലെ 4 സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. ഇപ്പം തന്നെ അതിൻ്റെ കറൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്നൊരു കുറച്ച് നേരം നമ്മളിതൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. ഇനി ഇതേ ചൂടിൽ തന്നെ നമ്മൾക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു കറയും കരിയൊക്കെ ഇളകി പോകുന്നുണ്ട്. ഞാനിതൊരു പരീക്ഷണം ചെയ്ത് നോക്കിയതാണ്. ഇത് കരിയൊക്കെ പിടിച്ചത് കാരണം ഞാനിത് തീരെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത്രക്കും ക്ലീനായി കിട്ടുന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ കരിയും കറയൊക്കെ പോയി കിട്ടും. ഇതേപോലത്തെ ഒരു ചീനച്ചട്ടിയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫുള്ളായിട്ട് അതിൻ്റെ കരിയൊക്കെ പോയി നന്നായിട്ട് ക്ലീനായി പുത്തൻ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കരി പിടിച്ച ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാചകം ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് വൃത്തിയായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.